എല്ലാം ഉള്ളായിരുന്നോ? രണ്ട് പെൺപിള്ളേരും ഒരുത്തനും കൂടി അവിടെ നിന്ന് കുളിച്ചോണ്ടിന്ന്. അവരെ ആദ്യം പെൺപിള്ളേർ ഒരു ഉച്ചക്ക് വെള്ളത്തിലായിപ്പോയി. അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി ചാടി അവൻ 3 പേരെ ഇപ്പൊ പിടിച്ച് കയറ്റി. അത് ഇവനെ ഒഴുക്കിലായി പോയി. ഇത്ര സമയം നീന്തിന്ന് പിള്ളേരെ രക്ഷപ്പെട്ടു പോയി. പിള്ളേർ അവരെ വിട്ടാക്ക്. ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത 2 പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് എടുത്തു ചാടിയ പുനലൂരിലെ അൻസാറിന്റെ വീട്ടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടില്ലാത്ത 2 പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭർത്താവ് അൻസാർ കടലിലേക്ക് ഇറങ്ങി ചാടിയത്. അപ്പോൾ എവിടെ ആയിരുന്നു? ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്. ഉച്ചയ്ക്ക് 12:45 വരെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത്. അതിനുശേഷം മെസ്സേജ് അയച്ചില്ല, ഞാനും ജോലി തിരക്കിലായി. പിന്നെ അതിനുശേഷം എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. എനിക്കറിയത്തില്ല, ഇക്കാക്ക് ഫ്രാക്ചറായി, ആക്സിഡൻ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇക്കാടെ ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. പിന്നെ 2-3 മണിയായിക്കാണ് ഞാൻ വിളിക്കാൻ തുടങ്ങിയത്. ഇക്കാടെ ഫോണിൽ കുറേ നേരം വിളിച്ചു, ആരും എടുത്തില്ല. എടുക്കുന്നവരാണെങ്കിൽ ഇക്ക അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഫോൺ ഇവിടെ ചാർജിലിട്ടിട്ട് പുറത്ത് പോയേക്കുവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പോയിൻമെൻറ്റിന് പോയ ആളെങ്ങനെ ഫോൺ ചാർജിലിടുന്നത്, എനിക്ക് ഇക്കാട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആരാ എടുത്തതെന്നൊന്നും അറിയത്തില്ല, ഇക്കാടെ ഫോണിൽ വിളിച്ചപ്പം പറഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഞാൻ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിച്ചു നോക്കമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അവരോടും പറഞ്ഞത് ആക്സിഡൻ്റ് ആയെന്ന് മാത്രമാണ്, വേറെ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വരുന്നവരെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആൾക്കാരുടെ കൂട്ടമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചു, ഇക്ക എന്തി? എന്നിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. ഒരുപാട് ആഗ്രഹിച്ചത് കുഞ്ഞിനേക്കാണ്. വണ്ടി ഓടിക്കുമ്പോൾ പോലും സ്പീഡിൽ പോവാറില്ല. അതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞത്. കുഞ്ഞിൻ്റെ മുഖം ഓർത്തിട്ട് പിന്നെ സ്പീഡ് കുറച്ച് തന്നെ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഒടുവിൽ എന്നാണ് കണ്ടത്? കഴിഞ്ഞ മാസം. അങ്ങോട്ട് വന്ന് കണ്ടിരുന്നു അല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി? മരിക്കുന്നതിൻ്റെ ഒന്നും നേരെ സംസാരിച്ചത് പോലുമില്ല. വെളുപ്പിന് ഡ്യൂട്ടിക്ക് പോകാൻ ഇക്ക എന്നെ എണീപ്പിക്കുന്നത്, ഫോൺ വിളിച്ച് സമയമായി എണീക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു സൗണ്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളെന്ന്. പിന്നെ മെസ്സേജ് അയച്ച്, അത്രേ ഉള്ളൂ. ജീവൻ രക്ഷിച്ചതാണ് ഇക്ക പോയത് എന്നുള്ളത്. 2 പേരെ രക്ഷിച്ചു, സ്വയം രക്ഷിക്കാൻ മറന്നു. നീന്താൻ അറിയത്തില്ല, അതും പറഞ്ഞിട്ടുണ്ട്. ആരാപത്തിൽ കിടന്നാലും ഞാൻ എന്താണെന്ന് നോക്കത്തില്ല. ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു, നോക്കാൻ ഞാനുണ്ട്. ഇപ്പം ആളെ ഇല്ല. ഒരു നോക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് സന്തോഷമായിട്ടും നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ പോകണമെന്ന് 2 ദിവസം അവിടെ പോയിരിക്കണം. ആറ്റങ്ങര പള്ളിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു പൊന്നുമോനെ, അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, മക്കൾ വിഷമിക്കണ്ട, നമുക്ക് പോകാം, നമുക്ക് കുഞ്ഞിൻ്റെ പ്രസവം കഴിയിട്ട് പടച്ചോ നമുക്ക് കുഞ്ഞിനെ ആയുസ് തരട്ടെ, എന്നിട്ട് പോകാം, മക്കളെ നീ വിഷമിക്കണ്ട. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് മടിയിലോട്ട് തല വെച്ചിട്ട് എനിക്കൊരു താലോലം പാട്ട് പാടിത്താമെന്ന് പറയും. എന്നിട്ട് ഒരു നോക്കെനിക്കൊന്ന് കാണാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് ഞാൻ എന്നെ അവൻ്റെ കൊച്ചി മോളില്ല, ഞാൻ പാൻഷർട്ടും തേച്ച് മെനിക്ക് പശയെല്ലാം തേച്ച് മെനിക്ക് ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇനി റോഡിൽ കയറുന്നിടം വരെ എൻ്റെ മോനെ ഞാൻ നോക്കും, കണ്ണ് മരുന്നിടം വരെ. അത് വാപ്പ വീട് മക്കൾ പോയാലും ഞാൻ അങ്ങനെ നോക്കുന്നത്. അറിയുന്നിടം പോലെ ഞാൻ അങ്ങനെ നോക്കുന്നത്. അപ്പം നെഞ്ചു പൊടിയുന്നത് പോലെ ആർക്കെങ്കിലും പൊടിയുമോ? എനിക്ക് ഇവിടെ എല്ലാം കൂടെ വരുന്നു, പാർക്കല്ലേ ഇരിക്കും പോലെ ഇരിക്കുമായിരിക്കും. ഉറക്കമില്ല, ഞാൻ അങ്ങോട്ട് നേരം ഉറങ്ങലില്ലായിപ്പോ. നിങ്ങൾ എടുത്ത് ചോദിച്ചു നോക്കും. 3 മണിക്കൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ മൊബൈൽ എടുത്ത് വെച്ച് ഫോട്ടോയും കണ്ടുകൊണ്ട് ഞാൻ കുത്തിയിരിക്കും. എങ്ങനെ ഞാൻ സഹിക്കും? ഞാൻ ഈ പൊന്നു മോളെ ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് പറഞ്ഞാൽ മനസ്സിലാവുന്നത് സ്വന്തമായിട്ട് വരുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഇവിടുത്തെ കൗൺസിൽ പറഞ്ഞു, ഇതനക്ക് അൻസാറിനൊരു ആക്സിഡൻറ്റ് പറ്റി,
കൊല്ലം പരവൂർ വെച്ചാണ് പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മുൻ കൗൺസിലർ വിനയനും വന്നായിരുന്നു, ആൾ വിളിച്ചായിരുന്നു. വിനയനും വന്ന് ഞാനും വിനയനും ഇവിടുന്ന് 2 പേരുടെ പോയി പകുതിക്ക് ചെന്നപ്പം എനിക്ക് ഡൗട്ട് പോലെ തോന്നി, ഇവർ ആക്സിഡൻ്റ് ആണെന്നല്ലോ. പിന്നെ ഞാൻ ഇവരെ കമ്പനി വിളിച്ച് മാനേജറെ വിളിച്ച് ചോദിച്ചു, മോൻ്റെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പകുതിക്ക് ചെന്നപ്പം വിനയം വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ ചെന്നപ്പം വിനയൻ അകത്ത് കയറി സംസാരിച്ചപ്പം കൂടെ ആരുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു വാപ്പ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി അറിഞ്ഞോന്ന് ചോദിച്ചു, ഇല്ല അറിഞ്ഞില്ല, അറിയിപ്പിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ആ വിനയൻ്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളി അറിയിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് നോയമ്പും കൂടായിരുന്നു. അൻസാർ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ആ ബൈക്ക് അവൻ്റെ ബൈക്ക് ഓഫീസിൽ വെച്ചിട്ട് അവൻ്റെ കൂട്ടാൻ്റെ രാജേഷിൻ്റെ ബൈക്കിലാണ് പോയത്. അങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എന്നെ മേളിൽ വിളിപ്പിച്ച് ഞാൻ കയറി ചെന്ന് ഇപ്പം സ്റ്റെപ്പ് കയറാൻ നേരത്തെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കാക്ക നോയമ്പ് മുറിക്കുന്നു. ഞാൻ പറഞ്ഞു ഇല്ല നോയമ്പ് മുറിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്താ മോനെ എൻ്റെ മോനിക്ക് എന്താ പറ്റി, അവന് മരിച്ചു അതെന്ന് തോന്നി തീർത്ത് പറയാൻ എന്തായാലും ഞാൻ ഇത് സഹിച്ചല്ല പറ്റുള്ളൂ. അപ്പം ഞാൻ കയറുന്ന സമയത്ത് ഈ 2 പെൺപിള്ളേർ ഒരു ചെറുക്കനോടെ നിൽപ്പുണ്ടായിരുന്നു. ഈ പെൺപിള്ളേർ ഇവനെ രക്ഷിച്ച പെൺപിള്ളേരുണ്ട് സ്റ്റേഷനിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല ഈ പെൺപിള്ളേർ സ്റ്റേഷനിൽ പല ആൾക്കാരും വന്ന് നിൽക്കുമെന്നുള്ളത്. പെൺകുട്ടികളോടെ നിൽക്കുന്നതും വാപ്പയ്ക്ക് എന്ത് സംശയമാണ് അങ്ങനെ തോന്നിയത്? അല്ല സാധാരണ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പല കേസുകളും പല ആൾക്കാർ വരുമല്ലോ, പക്ഷേ ഈ പെൺപിള്ളേരാണെന്ന് എനിക്കറിയത്തില്ല. മോന് കടപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും അങ്ങനെയാണോ സംഭവിച്ചത്? അതിൻ്റെ മോൻ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. മോൻ ഈ പെൺപിള്ളേർ ഇവരെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, പെൺപിള്ളേർ ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ അകത്ത് മേളിൽ കയറി മൊഴിയെല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പം ഈ കൊച്ചിൻ്റെ കൂടെ ഈ പെൺപിള്ളേരുടെ കൂടെ വേറെ ചെറുക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ചോദിച്ചു എന്ത് സംഭവം എന്ന് ചോദിച്ചു. അത് കണക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ കടലിലോട്ട് ഇറങ്ങി വഴിക്ക് തിരയപ്പെട്ടു പോയി. അപ്പോഴത്തേക്ക് ഒരാൾ കൂടി വന്ന് ഞങ്ങളെ രക്ഷിച്ച്. പക്ഷെ അയാളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല, അയാളെ രക്ഷിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ പയ്യ എൻ്റെ കാല വീഴും. ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞ് കാലിലൊന്നും വീഴണ്ട, ഈ എൻ്റെ മോന് സംഭവിച്ചു. ആ കൊച്ചു ഇവിടെ ഇല്ല, അവിടെ കൊച്ചു 7 മാസം ഗർഭിണിയും കൂടാണ് എല്ലാം. അപ്പം അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്നെ പോലീസുകാരും വിളിച്ച് പറഞ്ഞു ബസ്സിലായിട്ട് മാറുന്നില്ലെന്ന്. അവിടെ നിന്ന് 2 പെൺകുട്ടികൾ കടലിലിറങ്ങി കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് തിരമാലയപ്പെട്ടു. കണ്ടുകൊണ്ട് ചെന്ന അൻസാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 2 പേരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങി. ഒരു കയ്യും കാര്യം കളിക്കാൻ പറ്റി കൈയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഇവനായിരുന്നു രാജേഷിൻ്റെ ബാക്കിലായിരുന്നു പോകുന്നത്. രാജേഷ് വണ്ടി നിർത്തുന്നതിന് മുമ്പ് മോൻ ഇറങ്ങി ഓടിച്ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് അവരെ രക്ഷിച്ച് കഴിഞ്ഞിട്ട് മോനിക്ക് നിയന്ത്രണം വിട്ട് മോൻ്റെ നീന്തറിയത്തില്ലല്ലോ. അങ്ങനെ കടലിലേക്ക് മറിഞ്ഞ് പിന്നെ അവിടെ കിടന്ന ആൾക്കാർ രാജേഷ് വിളിച്ചു വള്ളക്കാർ വന്ന് മോനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇത്ര മാത്രമേ എനിക്കറിയാവൂ. ഞാൻ അവിടെ ചെന്നതിന് ശേഷം മോൻ മരിച്ചെന്നുള്ളത് അറിയുന്നത്. ഇവിടെ വെച്ച് ഇവരാരും എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു മരിച്ചുള്ളത്. ഈ ദുഃഖത്തിനിടയിലും മോനെ കുറിച്ച് ബാപ്പയ്ക്ക് അഭിമാനമല്ലെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അഭിമാനം എന്ന് വെച്ചാൽ 2 ജീവൻ രക്ഷിച്ച്. എനിക്കപ്പോൾ കൊച്ചിനുമ്പോൾ പോലും കാണാൻ പറ്റത്തില്ല. അതിലെനിക്കൊരു ഇതുണ്ട്, കാരണം 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. എത്ര 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കളഞ്ഞത്. അൻസാറിനെ പറ്റി ദുരന്തം അറിഞ്ഞുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് ചേട്ടൻ മടങ്ങി വരുന്നത്. അൻസാറിനൊരു മരണം സംഭവിച്ചെന്ന് ഞാൻ ആദ്യം അറിഞ്ഞില്ല. കാര്യം എൻ്റെ വൈഫാണ് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യം പറയുന്നത്. അവരെൻ്റെ റൂമിൽ അറിയിച്ചായിരുന്നു. ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമായിരുന്നു. എന്നെ റൂമിൽ അറിയിച്ചായിരുന്നു. റൂമിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ല. നോർമലി ഞങ്ങൾ പോകുന്ന കണക്കാണ് റൂമിലോട്ട് പോകുന്നത്. ആ സമയത്താണ് അൻസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരോ എൻ്റെ മെസ്സഞ്ചറിൽ മെസ്സേജ് വന്ന് വാപ്പയുടെ നമ്പർ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ അൻസാറിൻ്റെ ഫോണിൽ നേരിട്ട് വിളിക്കുകയാണ്. അൻസാറിനെ നേരിട്ട് ഞാൻ ഫോണിൽ വിളിച്ചപ്പം അവൻ്റെ കൂട്ടുകാരൻ രാജേഷാണ് ഫോൺ ആൻസർ ചെയ്യുന്നത്. അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് അവനൊരു ആക്സിഡൻറ്റ് പറ്റി, അവൻ നമ്മളെ വിട്ട് പോയെന്ന് പറഞ്ഞു. എന്നാലും അങ്ങനെ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു. പക്ഷെ എന്നാലും അവനൊരു ആക്സിഡൻറ്റ് പറ്റി, അവൻ സ്കൂട്ടിയായിട്ട് അവൻ പോകുന്നതാണ്, പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. അപ്പം ആക്സിഡൻറ്റ് പറ്റിയെന്നൊരാണ് അവൻ പോയെന്ന് എനിക്കൊരു ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അവൻ ആക്സിഡൻറ്റ് പറ്റി, അവന് ഹോസ്പിറ്റലിലാണ്, പ്രതീക്ഷയുണ്ട് അവന് ജീവൻ അങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ എന്നോട് ചോദിക്കുന്നത് പിന്നെയാണ് അവൻ എന്ത് പറ്റി, അവൻ എന്താണെന്ന് വെച്ചു. പിന്നെയാണ് അവൻ പറഞ്ഞു അവൻ നമ്മളെ വിട്ട് പോയെന്ന് പറഞ്ഞു. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ റൂമിലുള്ള സുഹൃത്തുക്കളാണ് കാര്യങ്ങളൊക്കെ നോക്കിയത്. പിന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് എൻ്റെ മാനേജർ സമ്മതിച്ച് ഞാൻ അന്ന് രാവിലെ 5:30 ഞാൻ ഇവിടെ എത്തി. പിന്നെ ഇവിടെ വന്നപ്പം എൻ്റെ ബന്ധുക്കാരെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ഞാനും എൻ്റെ കൊച്ചാപ്പനും മോനും പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, വാപ്പയുടെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോന്നു. ഹോസ്പിറ്റലിൽ ചെന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെയും കൂട്ടിയാണ് പോകുന്നത്. അവിടെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത്. അവനെ കണ്ടപ്പം അവൻ്റെ ഫേസ് വെള്ളത്തിൽ വീണ് മരിച്ചല്ലേ, ആ ഒരു രീതിയിൽ അവനെ സഹിക്കാൻ പറ്റിയില്ല അവനെ കണ്ടപ്പോൾ. അവിടെ നിന്ന് പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി
മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ കവറിറക്കി. ഒരു റംസാൻ മാസമായിരുന്നു. ആ മാസത്തിൽ അവൻ 2 പേരെ രക്ഷിച്ചു. അവൻ പോയി. അവൻ്റെ ഒരു കുറവ് ഇപ്പോഴും ഞങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. അവനിവിടെ ഉണ്ട്. അവനിടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് വരും, 3 മണിയാകുമ്പോൾ വരും, 12 മണിയാകുമ്പോൾ വരും. ജോലി സ്ഥലമായിട്ട് പോകുന്നതാണ്. പല ആൾക്കാരെ കാണാറുണ്ട്. ഇതിനു മുമ്പും അവൻ ബോബി ചമ്മണോൻ്റെ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനൊക്കെ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോകും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ട്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. പിന്നെ അവൻ കുടുംബത്തിനും ഭാര്യയ്ക്കും ആളില്ലാതായപ്പോൾ 2 ജീവൻ രക്ഷപ്പെട്ടു. 2 ജീവൻ പോയി. അപ്പോൾ അവൻ്റെ വൈഫ് 7 മാസം പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ ഡെലിവറി ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ എന്ത് പറയുമെന്ന് ഞങ്ങൾക്ക് ഇല്ല, ഒരു വാക്കില്ല ഞങ്ങൾക്ക് പറയാനാണ് കുഞ്ഞിൻ്റെ കൂടെ. പിന്നെ ആ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തും. ഞങ്ങളുടെ കുഞ്ഞാണ്. അവൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ അതിനെ വളർത്തും. പൊഴിയുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കൂടെ പോയി. ഞാനിതുവരെ കണ്ടിട്ടില്ല. ശിവൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. സ്കൂട്ടറിൽ പോയിട്ട് അവിടെ പോയി വണ്ടി നിർത്തുകയാണ്. വണ്ടി നിർത്തുമ്പം ഈവൻ സ്കൂട്ടി ആയതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി. ഞാൻ ബാക്കിലുണ്ടായിരുന്നു. ഞാൻ ഹെൽമെറ്റൊക്കെ ഊരി ഞാൻ മുടിയൊക്കെ ചെയ്യാൻ ടൈം എടുത്തില്ല. ഇവ ഇറങ്ങിയിട്ട് അൻസർ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവർ തിരയെ കിടന്നിട്ട് ഇവർ 2 പെൺപിള്ളേരും ഒരാണ്. ഇവർ 3 പേരോടെ അവിടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ അവിടെ കിടന്ന് തിരയെ കിടന്ന് കളിച്ചിട്ട് ഇവർ എനിക്കൊന്ന് തിരയിൽ പെട്ടുപോയി. ഇവർ രക്ഷിക്കാൻ വേണ്ടി അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. ആരോ എന്ന് പറഞ്ഞ് ഈ ചെറുക്കനും പെണ്ണും എല്ലാം കൂടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അൻസർ ഇത് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ഇതാണ്. പക്ഷേ ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ഒരു 5-6 ഒരു തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടായിരുന്നു, ഒരു കേരള രജിസ്ട്രേഷൻ 2 വണ്ടി ഉണ്ടായിരുന്നു. അതിൽ വന്ന ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇവർ കണ്ടിട്ട് ഇവർക്കൊന്ന് ഇറങ്ങുന്ന പോലും ഇവർ ആരെങ്കിലും മരണത്തോട് അടുത്ത് തിരമാല കൊണ്ടുപോകും വരെ ആ സ്ഥിതിയിലാണ് അൻസാർ എടുത്തു ചാടുന്നതും. അൻസാർ ഇത് കാണുന്നത്. അപ്പോൾ അൻസാറിൻ്റെ അടുത്ത് എനിക്കൊന്ന് അവിടെ വന്ന ഏതൊരു ഫാമിലി ഒരാൾ പറഞ്ഞ് ചേട്ടാ നീന്തൽ ഇറങ്ങി ഒന്ന് ഇറങ്ങുന്നത് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അൻസാർ ഇറങ്ങുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവൻ കടലിൽ പോകുന്നു. കാര്യം എനിക്ക് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് നന്നായിട്ട് അറിയുന്നത് എനിക്കറിയാം. അവൻ ചിലപ്പോൾ കടലിൽ ഇറങ്ങത്തില്ല. ചിലപ്പോൾ താഴെ വരെ പോയിട്ട് താഴെ വരെ പോയിട്ട് ചിലപ്പോൾ അവരോട് കൈ കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയർഫോഴ്സിനെ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ അൻസർ ഇറങ്ങി ജസ്റ്റ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങി അങ്ങ് പോയി. എന്നുവെച്ചാൽ ഒരു മിനിറ്റുകൾ കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഇറങ്ങി വരുന്ന സെക്കൻഡ് കൊണ്ട് ഇവൻ ഇറങ്ങി അങ്ങ് പോയി. അൻസർ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. അരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിർത്താം. എല്ലാവർക്കും ഒരു സംശയമാണ് എന്തുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടായിട്ട് പിടിച്ചു നിർത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസർ പോയ സ്പീഡ് എന്ന് വെച്ചാൽ ഞാൻ അറിയുന്നില്ലല്ലോ ഇപ്പം പോകുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാർ ഇവ എന്ത് കാണിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ പുറേ ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ ഏകദേശം ഇത്രത്തോളം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു. കടലിൽ ഇത്രത്തോളം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു. കടലിൽ നിൽക്കുക. അപ്പോഴത്തേക്ക് ഞാൻ താഴെ ഇറങ്ങി കൈ കാണിച്ചു. ഇനി പോകണ്ടെന്ന് പറഞ്ഞ് കൈ കാണിച്ചിട്ട് അവിടെ നിന്നു. ഒരു സ്റ്റഡി ആയിട്ട് സ്ഥലത്ത് നിന്ന സമയത്ത് ഇവർക്ക് ഇവൻ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നീങ്ങ് എന്ന് വെച്ചാൽ അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ തിരയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങോട്ട് നീങ്ങ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതിനകത്ത് ഞാൻ തിരയടിച്ച് അവസാനം അവർ 3 പേരുണ്ടായിരുന്നു. 3 പേര് ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഈ 2 പെണ്ണുങ്ങളും ഈ ചെറുക്കനും ഹോൾഡ് ചെയ്ത് ഇവർ അങ്ങ് തിരക്കകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5-6 തിരയടിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു പിടുത്തം കിട്ടി. അപ്പോൾ ഇവർ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തിര 2-3 റിട്ടേൺ പോയപ്പോഴത്തേക്ക് ഇവന് പിടുത്തം കിട്ടാതെ ഇവൻ ആ ഓളത്തിനനുസരിച്ച് അങ്ങോട്ട് കടലിലോട്ട് പോവുക. അപ്പോൾ ഞാൻ പാനിക്കായി. എന്ത് സംഭവിക്കും നമ്മുടെ കൂട്ടുകാരൻ തിരയപ്പെട്ടു. അപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നില്ല. 2 പയ്യന്മാരൊക്കെ കരയിൽ നിൽപ്പുണ്ട്. ഞാൻ അവന്മാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും ഉണ്ടോ നീന്തൽ അറിയുന്ന ആരെങ്കിലും വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചാൽ എൻ്റെ ഫോണിൽ ഓഫറും ഇല്ലായിരുന്നു ആ സമയത്ത്. അവിടെ നിന്നൊരു പുള്ളിക്കാരനെ പിന്നെ എനിക്ക് റീചാർജ് ഒക്കെ ചെയ്തു. ഞാൻ എന്നിട്ട് അപ്പോഴത്തേക്ക് ഇവ തിരക്കിയത് കാണുന്നുണ്ട്. ഇവൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ഇവൻ തന്നെയാണ് പറയുന്നത്. ഇവൻ തന്നെ പറയുന്നുണ്ട് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഞാൻ ആ സമയത്ത് വിയർക്കാന്ന് തുടങ്ങി. എനിക്ക് ഞാൻ പെട്ടെന്ന് ടെൻഷനായി. അപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ വന്നു. ഒരു കാലം ആൾക്കാരൊന്നും അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. പിന്നെ ഈ മേളിൽ നിന്ന് ഒരാളാണ് ഒരു പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വന്നു. ഒരു കാദർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ കാല് വയ്യാത്തൊരു പുള്ളിക്കാരൻ. ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്ന് എങ്ങനെ ഇറങ്ങാൻ നീന്തി ഒന്ന് പോയിട്ട് വരുമെന്ന്. പുള്ളി പറഞ്ഞാൽ പറ്റത്തില്ല, നോമ്പായതുകൊണ്ട് ഒന്നാമത് ഞാൻ ക്ഷീണിക്കും, പിന്നെ എനിക്ക് കാലിനും സ്വാധീനമില്ല എന്ന് പറഞ്ഞ് പുള്ളി എന്നിട്ട് എന്ത് ചെയ്തു, പുള്ളി അപകടത്തിൽപ്പെടുന്ന പുള്ളിക്കറിയാം. പുള്ളി പറഞ്ഞ് പ്രശ്നമില്ല, വടക്കോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നില കിട്ടും, ആഴമില്ലാത്ത ഏരിയ എന്നാണ്. അപ്പം നമുക്ക് ഇത്രയും ഒരു കാണാം. ഈ മേളിൽ നിൽക്കുന്നവർക്ക് അവനെ കാണാൻ പറ്റും. എനിക്ക് പോയി തിരയിലെത്തി, കടലിലെത്തി. മീൻസ് ഇത് പൊഴിയല്ലേ, പുഴയിൽ ഇവൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആൾ ഇറങ്ങിയപ്പോൾ അൻസറിന്റെ ഒരു മിസ്റ്റേക്കാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പോഴത്തെ പുഴയെ കൂടെ ഇറങ്ങിപ്പോയി. അവന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ. നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അൻസർ. അപ്പോൾ അൻസറിൻ്റെ വൈഫ് 6 മാസം പ്രഗ്നൻറ്റുമാണ്. ആ കുട്ടിക്ക് അതിൽ അവർ അടുത്തില്ലായിരുന്നു. കുട്ടി ബാംഗ്ലൂരിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്.
അപ്പം നമുക്ക് തീരാ നഷ്ടം തന്നെയാണ്. ആ കുടുംബക്കാർക്കും നമ്മുടെ നാട്ടുകാർക്കും വളരെ നഷ്ടം തന്നെയാണ്. അപ്പം അതിന് വേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ജീവനാണ് പയ്യൻ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് പിന്നെ അൻസറിൻ്റെ നഷ്ടത്തിന് അൻസറിൻ്റെ വലിയ നഷ്ടമാണ് നമ്മുടെ ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ളത്. അപ്പം അത് നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്.